മണ്ടു എത്ര നേരമായി പേരേട്ടാ? 1.5 മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിരിക്കണു. നിന്നോട് ഇത്ര നേരത്തെ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞ എനിക്ക് ഓഫീസിൽ ജോലിയുള്ളതാണ്, അത് അടക്കാതെ എനിക്ക് വരാൻ പറ്റുമോ? ഞാൻ ഇന്നൊരു സർക്കാർ ജോലിക്കാരനാണ്, നീ അതൊന്ന് മനസ്സിലാക്ക്. ഗമ, സർക്കാർ ജോലിയുടെ ഗമ. ഗമയാണെങ്കിൽ ഗമ. കഷ്ടപ്പെട്ട് ഞാനല്ലേ വാങ്ങിയെടുത്തത്. ആ ഒറ്റക്കൊന്നല്ല, എന്റെ പ്രാർത്ഥനയും കൂടെ. പ്രാർത്ഥന എന്താ വരാൻ പറഞ്ഞ നീ? എന്താണ് പേരേട്ട ഇങ്ങനെ പറയണത്? നമ്മള് നേരത്തെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണതല്ലേ? അതുപോലെയാണ് ഇപ്പൊ. ഞാനിന്ന് വിലയെന്ന് നിലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വേറെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ 7-8 വർഷമായിട്ട് ആർക്കും അറിയാൻ പാടില്ലല്ലോ. നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് അറിയാത്ത ഒരു നാട്ടുകാരും ഇവിടെ ഇല്ല. അങ്ങനെ വലിയ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. എന്തിനാ നീ വിളിച്ചത് അത് പറ. പിന്നെ അച്ഛൻ പറഞ്ഞ് ഇന്ന് 2-1 അറിഞ്ഞിട്ട് വന്നോന്ന്. എന്തിന്റെ കല്യാണം? കല്യാണോ? ആരാ? ചേച്ചിയുടെ നമ്മുടെ കല്യാണം. ആ കല്യാണത്തിന്റെ കാര്യം ഞാൻ നിന്നോട് സൂചിപ്പിക്കാനിരിക്കായിരുന്നു. അത് എന്റെ അച്ഛൻ ചോദിക്കണേ, നമ്മുടെ കല്യാണത്തിന് നിന്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടൂന്ന്. എന്ത് കിട്ടാൻ? അല്ല, സ്ത്രീധനമായിട്ടേ. ഇപ്പൊ അച്ഛൻ പറയണത് എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയല്ല, ജോലിയും വാങ്ങി തന്നു. ഒരു 50 പവനും 5 ലക്ഷം രൂപയെങ്കിലും കിട്ടിയാലേ മുതലാവുള്ളൂ എന്നാണ് അച്ഛൻ പറയണത്. പിന്നെ ഇപ്പൊ കിട്ടും. എടി 10 ലക്ഷം രൂപയായിട്ട് ഒരു ഓഫർ വന്ന്. 19 വയസ്സുള്ള പെണ്ണാണ്, നിന്നെക്കാനെ കാണാനും കൊള്ളാം. ഞാൻ പിന്നെ ഒറ്റക്കാലിൽ നിൽക്കല്ലേ നിന്നെ മാത്രം കെട്ടുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛനോട് എന്ത് പറയണ? ഒന്നും കിട്ടൂല എന്ന് പറയുന്നു. എന്താ നീ പറയണത്? ഞാനെന്താ പറയാ? നീ ഒരു പണി ചെയ്യ്, നിന്റെ അച്ഛനോട് പറ ഒരു 50 പവൻ, ഒരു 5 ലക്ഷം രൂപ, പിന്നെ ഞാൻ ഒരു കാറും തരാന്നൊക്കെ പറഞ്ഞ് കയറ്റി അടിച്ചിട്ടുണ്ട്. നീ കാറ് പൈസ കൊടുത്ത് മേടിക്കണ്ട, നിന്റെ പേരിൽ ലോൺ എടുക്കുക, EMI നമുക്ക് അടക്കാം. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയില്ലേ? എന്താ അഭിപ്രായം നിന്റെ? ന്യായമായ ഒരു കാര്യമല്ലേ ചോദിക്കണുള്ളൂ. എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറ. എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് കേട്ടാ. വെറുതെ ഇവിടെ ഇനി ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഇനി വല്ല ചീത്തപ്പേരുണ്ടാക്കി അച്ഛനോട് പറഞ്ഞാൽ നിന്നെ കെട്ടണ്ടെന്ന് പറയും. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റൂല. ഞാൻ പോട്ടെ, 1-2 കാര്യമുണ്ട് കേട്ടാ. ശരിയാന്ന്, എണീറ്റ് പോയിക്കോ. വേറെ ആരെങ്കിലും വന്ന് തൂങ്ങണ്ട. ആ എന്ന് വളപ്പിലൊന്നും എടുക്കുന്നു. ഞാൻ ഇതെല്ലാം കൂടെ കൂടിക്കിടക്കൽ തുടങ്ങിയിട്ട് കുറെ ദിവസമായി, ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ടേ. പണിക്കാരോടൊക്കെ പറഞ്ഞാ പോരെ? പണിക്കാര് വെറുതെ വന്ന് അങ്ങോട്ട് എരിഞ്ഞ് ഇങ്ങോട്ട് എരിഞ്ഞ് അവർക്ക് കൊടുക്കണ പൈസ നോക്കിയാണ്ടല്ലോ. ഇതൊക്കെ അമ്മക്ക് ചെയ്യാനുള്ള തന്നെ ഉള്ളൂ. വെള്ളിച്ച, ആ പ്യാരിന്റെ കാര്യം എന്തായി? ആരുടെ എന്ത് കാര്യം? പ്യാരിന്റെ കല്യാണ കാര്യം. ആ കല്യാണക്കാര്യം എന്താ? കല്യാണം ഏറ്റവും കൂടുതൽ സ്ത്രീധനം ആരാ തരുന്നേച്ചാ അവർക്ക് കല്യാണം. അതന്നെ, അത് നല്ല കാര്യമാണ്. ആ കാരണം വെച്ചാൽ ഇപ്പം ഗവൺമെന്റ് പണി കിട്ടിയതുകൊണ്ട് ഗവൺമെന്റ് പണി കിട്ടിയല്ലോ ചക്കനി. മണി പോലത്തെ പെണ്ണുങ്ങൾ ഇപ്പൊ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് കാറ് 5 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ കാല് കുറച്ച് മുടണ്ട്, അല്ലെങ്കിൽ ഒരു പോങ്ങണ്ടുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ ഇപ്പൊ. അതൊന്നും ഒരു കാര്യമില്ല. അല്ല, പെണ്ണുങ്ങൾ നന്നായി വരേണ്ട എന്താ കാര്യം? എന്ത് കാര്യം? അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? മുതല് വേണേ. അത് കാര്യം. ആ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവനൊരു പോങ്ങനാണ്, പൊട്ടനാണെന്നാ ഞാനും വിചാരിച്ചില്ല. പക്ഷെ അങ്ങനെയല്ല. ആ പെണ്ണിന്റെ പിന്നാലെ പ്രേമിച്ചിട്ടൊക്കെ നടക്കുന്ന സമയത്തെ പക്ഷെ ആ ജോലി കിട്ടിയോട് കൂടിയിട്ട് ഇവനൊരു ലേശം ബോധം വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് സ്ത്രീധനം കിട്ടിയാൽ തന്നെ കല്യാണം കഴിക്കുന്ന. ശരിയല്ലേ ഇത്? ആ സ്ത്രീധനം ഇല്ലാണ്ട് പെണ്ണിനെ കിട്ടിയെടുത്ത കാര്യം എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതാ ഇതിപ്പോ എന്താ വഴിക്കിങ്ങനെ വന്നു? അല്ല, ഞാൻ പറയുന്നത് കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഡേറ്റ് പെട്ടെന്ന് തീരുമാനിക്കാം. ആയിട്ടില്ല, സംഗതികളൊന്നും ആയിട്ടില്ല. ആവട്ടെ, നോക്കാം. അല്ല, എന്നാ ഇപ്പോഴത്തെ കാലാണ്. ചിലപ്പോ ചെക്കനും പെണ്ണും ഒറ്റ അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മ ഇതാ ഈ പറഞ്ഞാൽ ഒരു കാര്യമില്ലാണ്ടാവും. ഏതായാലും ഓരതില്ല, അതിനുള്ള ധൈര്യം അവനില്ല. അതൊരു സമാധാനം. ഉണ്ണിയറിനെപ്പോഴാ വന്നാ? ഞാൻ ഇപ്പൊ വന്നു. അച്ഛാ, മണ്ടു വിളിച്ചിട്ടുണ്ടായി. ആര്?
അല്ല മണ്ടോദരി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ആ ഞങ്ങളുടെ കല്യാണ കാര്യത്തിലേ നമ്മള് പറഞ്ഞ എല്ലാ ഡിമാൻഡും അവരുടെ വീട്ടുകാരെ അംഗീകരിച്ചെന്ന് പറയാൻ പറഞ്ഞു. എല്ലാ ഡിമാൻഡും അവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞാല്? എല്ലാ ഡിമാൻഡും എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ, 50 പവന്റെ സ്വർണം, കാറും. കാറിന്റെ കാര്യത്തിലേ ഞാൻ സംസാരിച്ചപ്പോ എനിക്കൊരു അബദ്ധം പറ്റി. അത് കാറ് നിങ്ങൾ വാങ്ങിക്കോ, പിന്നെ ഇവിടെ വന്നിട്ട് അതിന്റെ തിരിച്ചടവ് ഞാൻ അടച്ചോളാന്ന് പറഞ്ഞു പോയി. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ അത് കുഴപ്പല്ലേ. എന്തിനീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിക്കണത്? സ്ത്രീധനം തരുന്ന കാറിന്റെ പൈസ ചെക്കന്റെ വീട്ടുകാർ അടച്ചു വീട്ടിക്കൊള്ളാന്ന് എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് അല്ല പെട്ടെന്ന് പറഞ്ഞു പോയപ്പോ ഞാൻ ഒന്നുമില്ല, നേരെ അവരോട് തിരിച്ചു പറയാം. നമ്മൾ പറഞ്ഞ ഡിമാൻഡ് 5 ലക്ഷം രൂപ, സ്ത്രീധന സ്വർണം എത്രയാണ്? 50 പവൻ, കാറ്. ഒരു ബാധ്യത ഏൽക്കരുത്. ഇതെല്ലാം തരാൻ അവര് തയ്യാറാണോ എന്ന് ചോദിക്കി. തയ്യാറാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളാണ് ചെല്ലും. ഇല്ലെങ്കിൽ എല്ലാ കല്യാണം. അല്ല ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേറെ 100 കേസുകൾ കിടക്കില്ലേ നമ്മുടെ മുമ്പില്? 10ഉം 20 ലക്ഷം രൂപ സ്ത്രീധനം തരാന്ന് പറഞ്ഞിട്ടുള്ള കേസുകളുണ്ട്. എന്തിനാണ് ഞാൻ പറയില്ല. അപ്പൊ ഞാനിങ്ങനെ പറയാ, കടവില്ലാതെ കാറ് മേടിച്ചു തരണം. ഇനി ആ കാര്യത്തിൽ ഒഴിഞ്ഞു പോണെങ്കിൽ അങ്ങോട്ട് പോട്ടെ അല്ലേ? പിന്നല്ലേ പോട്ടെ. ഞാൻ വിളിച്ചോട്ടെ. ഇതൊക്കെ വേറെ നോക്കാം നമുക്കേ. വെള്ളിച്ചനല്ലേ പറയാം അവൻ പൊട്ടനല്ലാന്ന്. അവൻ വെറും പൊട്ടൻ. ഒന്നാമത് അവന് പറ്റിയ പെണ്ണൊന്നും അല്ലത്. നീ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ആകെ ഒരുമാതിരി ഉണ്ട മുഖമൊക്കെ ആയിട്ട്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോ 5 ലക്ഷം 5 ലക്ഷം. കുട്ടികൾക്ക് അതാണ് താല്പര്യം, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അത്രേ ഉള്ളൂ ഇപ്പൊ ഇത്. അത് വലിയച്ഛന്റെ നന്മ മനസ്സ്. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയത് അവന്റെ പുണ്യം അല്ലേ? എന്തിനാണ് ഇരുന്ന് കരയണേ? ആരെ കാണിക്കാനാണ് നീ കരയണേ? എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന്. അവൻ പറഞ്ഞ തോന്നിയാസം കണ്ടില്ലേ? അവനിപ്പോ സ്ത്രീധനം വേണം പോലും. എടി എന്തോരം നല്ല ആലോചന നിനക്ക് ഞാൻ കൊണ്ടുവന്നു. പക്ഷെ ആ സൗദിയിലെ അനീഷ് അവനെ ഇന്ന് കെട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, സൗദിയിൽ അവക്ക് സുഖമായിട്ട് ജീവിക്കായിരുന്നു. വല്ലപ്പോഴും എനിക്കും അങ്ങോട്ട് പോവായിരുന്നു. അപ്പൊ എങ്ങനെ അടങ്ങന്റെ മന്മത, നീ വർത്താനം പറഞ്ഞ ആളുകളെ കേൾപ്പിക്കല്ലേ? ഇനി ആരറിയാച്ചാ? നാട്ടുകാരെല്ലാരും അറിഞ്ഞു. അങ്ങനെ അല്ലായിരുന്ന പ്രേമം 8 വർഷത്തെ. വേറെ ആരെയും കിട്ടിയില്ല അവക്ക്. അവന് ജോലി കിട്ടി കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഇപ്പൊ ജോലി കിട്ടിയപ്പോ എങ്ങനെ ഇരിക്കുന്നു? അവന് സ്ത്രീധനം വേണം പോലും. എടി അവനെ നോക്കിയിരുന്ന് നീ മൂത്ത് നരച്ച്. അടങ്ങടാ. എന്തോരം പ്രാവശ്യം അവളെ ഉപദേശിച്ചാണ് തത്തയ്ക്ക് പറഞ്ഞു കൊടുക്കും പോലെ ഓരോ കാര്യങ്ങള്. അപ്പൊ അവക്ക് അവൻ തന്നെ മതി. അവൻ മറ്റേ ഷാരൂഖ് ഖാനല്ലേ? എടാ എന്തേലൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കാം നമുക്ക്. അയ്യോ ആലോചിച്ചിടത്തോളം മതി. അച്ഛനും മോളും കൂടെ ആലോചിച്ച് ഈ കണക്കിനാക്കിയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മാവൻ വരട്ടെ, സുഗതമ്മാവൻ വന്നിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. നീ ഇങ്ങനെ ഇരുന്ന് കരയല്ലേ എന്റെ മോളെ? തല്ലിയില്ലേ? പിന്നെ എന്തിനു നീ കരയുന്ന? കരഞ്ഞു കാണിച്ചല്ല ആവുമല്ലോ അല്ലേ? എന്റെ മനസ്സലിയൊന്നുമില്ല, ഈ ഇരിക്കുന്ന മനുഷ്യന്റെ മനസ്സിലെ പാലിയും. അത് തന്നെയാണ് നിന്നെ ഇത്രയും നാൾ ഭക്ഷണമാക്കിയത്. നീ കരഞ്ഞു കാണിച്ച് അച്ഛൻ നിന്റെ താളത്തിലൊത്ത് തുള്ളി. കരയല്ലേ മോളെ? അയ്യോ ഒരു കുപ്പി പാലും കൂടെ കൊടുക്കച്ചാ. കരയല്ലേ മോളെ? കൊച്ചിനൊരു സമാധാനം കൊടുക്ക വന്നതാ. അവളുടെ സമാധാനം പോണച്ചാ. നമ്മുടെ സമാധാനം കളഞ്ഞില്ലേ അവള്? അവളുടെ സമാധാനം പോണം. അഞ്ചെട്ട് കൊല്ലം പ്രേമിച്ച് പിന്നാലെ നടന്നിട്ട് കല്യാണത്തോളം എത്തിയപ്പോ അവന് സ്ത്രീധനമാണ്. അവനെ അവന്റെ വീട്ടുകാരെ ഉണ്ടല്ലോ ഞാൻ ബോംബിട്ട് കൊല്ലും. അതേ ഈ ബോംബിടലും കൊല്ലലും എന്നല്ല ഇപ്പോഴത്തെ വിഷയം. ഈ വീട്ടിലെ പ്രധാന വിഷയം എന്താണെന്നറിയോ? ഈ വീട്ടിലെ മോള് മണ്ടോതിരി മുണ്ടിയിട്ടും പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. അതേന്നേ. അവളെ മൊത്തം ഭസ്മങ്ങൾ കണ്ടിക്കണല്ലോ. പെൺകുട്ടികളാണ്. എന്തെങ്കിലും കടുങ്കായി ചെയ്തു കഴിഞ്ഞാല് പിന്നെ ഞമ്മക്ക് പോയി. എന്തേന്നോ നിങ്ങൾ പേപ്പറൊന്നും വായിക്കില്ല. നിങ്ങള് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മളെ പേപ്പറിൽ ഓരോ ദിവസവും കാണുന്നത്? നിസ്സാര കാര്യങ്ങൾക്കാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യണത്. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാം. അച്ഛനമ്മയൊന്ന് മുറുക്കി ചീത്തറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാം.
₹1 ലക്ഷം കടം വന്നാല് വീട്ടുകാർക്കൊക്കെ ബസം മേടിച്ചു കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യാം. ഇതാണ് ലോകം. അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ, കൊല്ലും ഞാൻ അവളെ. എന്ത് വിഡ്ഢിത്തരാടാ പറയണത്? ചത്തോരെ പിന്നെ അങ്ങനെ കൊല്ല? 150 കിലോ തടി വെച്ചിട്ട് തലയിൽ കളിമണ്ണ് വെച്ച് വന്നിരിക്കുക. അമ്മാവ വിഷമം കൊണ്ട് പറയണതാ. ഈ ഭസ്മം കൊണ്ട് മണ്ടത്തരാ പറയല്. എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ മൊയ്തു. അപ്പൊ ഇത് നിങ്ങള് കുട്ടിയല്ലേ പറഞ്ഞ? ഞാൻ എന്റെ മോളുടെ കാര്യമാണ് പറഞ്ഞത്. ശീതലേട്ടാ, ഞാൻ നിങ്ങളെ ഭസ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അപ്പൊ നമ്മളെ നബീസിന്റെ മോള് സീനത്ത് എന്നിട്ട് നബീസന്റെ മോള് സീനത്ത് നബീസിന്റെ മോള് അടക്കട്ടെ, ഓളിപ്പ് ഇങ്ങോട്ടാ പോയത്? അവള് വെറുതെ പറമ്പിലൊന്നും അങ്ങോട്ട് ഇറങ്ങിയതായിരിക്കും. എത്രയെന്ന് വിചാരിച്ചിട്ടാ മൊയ്തു ഈ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക. ആ കുട്ടിയുടെ മുഖം കാണുമ്പോ തന്നെ സഹിക്കാൻ പറ്റും. ഞങ്ങള് രണ്ടാളാ ഇവിടെ ഉള്ളത്. മുഖത്തോട് മുഖം നോക്കി എത്ര നേരം ഇങ്ങനെ ഇരിക്കും. വല്ലപ്പോഴും അവനൊന്ന് കയറി വരിക. ആലോചിച്ചൊരെത്തും പിടിയില്ല. എന്റെ കാര്യം വലിയ കഷ്ടാ. അല്ല, പറമ്പിൽ കിണറില്ലേ? മോളെ മണ്ടോ മണ്ടോ. മോളെ മണ്ടോ, നീ എന്താ ഇവിടെ വന്നിരിക്കണേ? വെറുതെ ഇരുന്നാച്ചാ. അതിനെന്തിനാ കുട്ടി നീ കിണറിന്റെ ഒക്കെ തന്നെ വന്നിരിക്കണേ? അമ്മാവ് ഞാൻ ഒറ്റയ്ക്കൊന്ന് സമാധാനായിട്ട് ഇരുന്നോട്ടെ. കൊല്ലും ഞാൻ അവനെ, ആ പ്യാരിയാതനെ. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ആദ്യം അവനവന് പറ്റുന്ന പണിക്ക്. അമ്മാവ് അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക് അവളുടെ കാര്യത്തില്. ആദ്യം നിന്റെ പെണ്ണുമ്പിള്ള നിലക്കിരുത്ത്, എന്നിട്ട് മതി മറ്റുള്ളവരെ നിലക്കിരുത്ത്. എന്തിനാ അത് പറയണേ? എന്തിനാ എല്ലാരും കൂടി ഇങ്ങനെ ബഹളം വെക്കണേ? മോളെ നീ സമാധാനായിട്ടിരിക്കെ. അച്ഛൻ ഇതിനൊരു വഴി കണ്ടെത്താം. ഞാൻ എന്നാ അകത്ത് പോയിട്ട് ഇരിക്കാം അച്ഛ. അകത്ത് ഫാനുണ്ടേ? അകത്ത് പോണ്ട, അകത്ത് പോയിരിക്കണ്ട. അകത്തിരിക്കണ്ട. അന്ന് ഇത് എന്ത് കഷ്ടാണ് അച്ഛാ. അകത്തിരിക്കുമ്പോ അച്ഛൻ വന്നേക്ക് എന്താന്ന്. പുറത്തിരുന്ന ചേട്ടൻ പറയും അകത്ത് പോയിരിക്കാൻ. ഇവിടെ ഇരിക്കാന്നോർത്ത് അത് സമ്മതിക്കില്ല. മോളെന്തിനാ അതിന് ഒറ്റയ്ക്ക് പോയിരിക്കണേ? ഞങ്ങളുടെ കൂടെ ഇരുന്നാ പോരെ? അങ്ങനെ ഇരിക്കാം. ഞാൻ എന്നാ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാ. അത് വേണ്ട, പുറത്തേക്കൊന്നും ഇപ്പൊ പോവാൻ പറ്റില്ല. പുറത്തേക്ക് പോവാൻ പറ്റില്ല. അല്ല അച്ഛാ, നീയിപ്പൊ അങ്ങനെ പോണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാനും കൂടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ പോവാം. അങ്ങനെ പോണോ? അച്ഛ ഇത് എന്താ അച്ഛാ? ഞാൻ വല്ല വീട്ടു തടങ്കലിൽ ഇരിക്കുകയാണോ? കുട്ടിയെ എന്തിനാണ് എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ സമാധാനിക്കേ. ഇതിന് അച്ഛനൊരു വഴി ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ആഗ്രഹിക്കണ പോലെ അച്ഛൻ ഈ കല്യാണം നടത്തും. ദാ ഈ വീട് വിറ്റിട്ടാണെങ്കിലും അവര് ചോദിച്ച സ്ത്രീധന അച്ഛൻ കൊടുക്കും. പിന്നെന്താ? അപ്പോ മണ്ണൂന്റെ അച്ഛാ, ഞങ്ങളിപ്പോ ഈ സ്ത്രീധനം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ സംഗതി ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ചെറിയ ഒരു നീരസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ തോന്നണത്. അല്ല, അങ്ങനെ ഇല്ലായില്ല. പക്ഷെ കാര്യം പറയാലോ, ഞാൻ അസലായിട്ട് അധ്വാനിച്ച് ചോര നീരാക്കിയിട്ടാണ് ഇവനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് ഒരു ജോലി ഇപ്പൊ സംഘടിപ്പിച്ചു കൊടുത്തത്. ഒരു മകനെ പഠിപ്പിച്ച് വളർത്തി ജോലിയാക്കി കൊടുത്തിട്ടുള്ള ഒരു അച്ഛന് ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രതിഫലം വേണ്ടേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലേ. അപ്പൊ കല്യാണ സമയത്തിന്റെ മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ല പ്യാരിരാച്ചാ, പ്യാരിക്ക് ജോലി കിട്ടിയാല് എന്റെ പെങ്ങള് മണ്ടൂര് നല്ലൊരു പങ്കുണ്ട്. അല്ല മാമ, അത് പറയണ്ടേ? ഈ പ്യാരിക്ക് പഠിക്കാനുള്ള ബുക്ക് മേടിച്ചു കൊടുത്ത ആരാണ്? മണ്ടു അല്ലേ? അപേക്ഷ ഫോം പൂരിപ്പിച്ചു കൊടുത്ത ആരാണ്? മണ്ടു. പിന്നെ ഇപ്പൊ ഈ കിട്ടിയ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ള കാശ് കൊടുത്തത് ആരാണ്? മണ്ടു. ഈ അച്ഛൻ കാശ് കൊടുക്കാതെ ഇവ പിണങ്ങി മണ്ടുവിന്റെ അടുത്ത് വന്നിട്ട് അവളെ കൈ കിടന്ന് മോതിരം ഊരി പണയം വെച്ചിട്ട് ആ പണയം ഇപ്പോഴും എടുത്തു കൊടുത്തില്ല. ഇല്ലേ പ്യാരി? ഇല്ലേ? പറ പ്യാരി. ആണ്. അതെ, അതിപ്പോ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ കുട്ടികളാണ് എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒന്നും കണക്ക് നമ്മൾ ഇവിടെ പറയണ്ട. അങ്ങനെയൊക്കെ പറയണത് തറവാടിന് മോശമാണ്. അത് നമ്മൾ പറയാൻ പാടില്ല. പിന്നെ മാത്രല്ല, അതുകൊണ്ടല്ലേ ഇവൻ അവളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിക്കണത്. അതിലല്ല ഇപ്പൊ ഞങ്ങൾ വിട്ടുപോയത്. അല്ല, ഈ മറ്റേ പ്രേമം ഇവരുടെ ഉണ്ടല്ലോ. പ്യാരിനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങൾ വീടിന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞില്ല? അതൊന്നും ഇവിടെ പറയണ്ടല്ലോ. അല്ല, അതെ, ആ വർത്തമാനം നിങ്ങൾ പറയരുത്.
കാരണം ഇവിടുത്തെ കുട്ടി കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഇവനൊരു ജോലി കിട്ടാൻ വേണ്ടി കാത്തിക്കുക. പിന്നെ വേറെ കുട്ടികൾ ക്യൂ നിൽക്കുക എന്നുള്ളൊരു വർത്തമാനത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ ചെക്കൻ്റെ അച്ഛനോട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ആ നിങ്ങൾ ചോദിച്ചത് കുറച്ച് കൂടുതലായി പോയോ എന്നൊരു തോന്നലുണ്ട്. എന്ത് ചോദിച്ചത്? ശ്രീധനെ. സ്ത്രീധനപ്പൊ ഞങ്ങള് ചോദിച്ചത് വളരെ കുറവാന്നാ ഞങ്ങളുടെ കുടുംബക്കാര് പറയണത്. അപ്പൊ ഈ പേരും പറഞ്ഞാല് ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളൊരു തറവാട്ടുകാരാണല്ലോ, പറഞ്ഞ വാക്കിനൊരു വില വേണ്ടേ? അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അത് മാറ്റി പറയാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. എന്നാ പിന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? ആ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നമ്മൾ പറഞ്ഞുറപ്പിച്ച തന്നെ. ഇപ്പോ 50 പവന്റെ പണ്ടം, 5 ലക്ഷം ഉറുപ്യ, പിന്നെ ഒരു കാറ്. ഇന്നോവ ആ ഒരു ഇന്നോവ കാറും, ലോണൊന്നും ഇല്ലാത്തത്. ഓ അച്ഛൻ ഇന്നോവ കാർ എന്ന് പറഞ്ഞാൽ ഇന്നോവ 30 ലക്ഷം രൂപയാണ്. എന്താണ്? ഇന്നോവ 10-30 ലക്ഷം രൂപ ആവൂലേ? ആ അത് വരും. വൈറ്റ് മതി, വൈറ്റ്. ഓ അല്ല എന്തപ്പ അതിന് കുഴപ്പം? ഇവനത് 60 ലക്ഷം ഉറുപ്യ ശമ്പളം ഉണ്ട്. 60 ലക്ഷം ഇല്ല, 60,000 ഉള്ളൂ. 60,000 10 മാസമായി 6 ലക്ഷം ആയില്ലേ? 5 കൊല്ലത്തിന് 6 5 30 ലക്ഷം ഉറുപ്യ അല്ലേ? അതിലെ ഉള്ളു ഇവരെ കാറിന്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഞാൻ ചാകുമ്പോൾ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകണമെന്നില്ല. കൂട്ടിക്കൊടുത്ത് കൊടുത്തോളൂ, അത് അവരിഷ്ടം. ആ എന്നാ കുട്ടിയെ വിളിച്ചാലോ? മോളെ വിളിക്കണതൊന്നും ഇല്ലാന്നേ. മോളെപ്പോ ഇതിൽ ആരാ കാണാത്തത്? എല്ലാരും കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഫോണിൽ ഇങ്ങനെ വിളിക്കുമ്പോഴേ ഇവൻ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തരും, അച്ഛാ ഇതാണ് മണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒന്നിങ്ങനെ നോക്കും, ഇങ്ങനെ കൊടുക്കും. എന്നാലും അതിന്റെ ഒരു ചടങ്ങിന്റെ ഒരു രീതിക്ക് അതെ, അതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചാൽ ചായ കൊണ്ടിട്ട് വരാൻ പറയുക. മോളെ പണ്ടോ മോളെ ഒന്നുകൂടെ വരൂ. പിന്നെ കുട്ടിയുടെ അച്ഛാ, നമ്മളിപ്പോ സ്ത്രീധനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടല്ലോ, അതിലിപ്പോ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഒരു 2 ലക്ഷം ഉറുപ്പ്യ തരാണ്ടാവൂ? ടോക്കണോ? അതെ, ബാക്കിയൊക്കെ പിന്നെ മതി, വിഷയമില്ല. എന്താ വെച്ചാൽ വേറെ അത്യാവശ്യമായിട്ട് 1-2 കേസുകൾ ഉണ്ടായിരുന്നു, അതാണ്. നോക്കാം. ആ അതാണ്. വേണ്ട, ഇറങ്ങൂല അപ്പൊ.